കൊച്ചമ്മേ കൊച്ചമ്മേ ഇവിടെ ഇല്ലയോ തളയുടെ പോയി കിടക്കണം. ആരോ? ഓ ഷീലയോ വരണ്ടിരിക്കും. ആ കൊച്ച ആ ഓ എടിന്നോളാ ശരി. ഓക്കെ ഷീല ഒരു 5 മിനിറ്റ് കേട്ടോ. എന്റെ മോൻ അയർലൻഡിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കും. അവൻ ഇപ്പൊ വിളിക്കാനല്ലേ പറ്റുള്ളൂ. 5 മിനിറ്റ്. ആ ഓയിക്കോട്ടെ കൊച്ചമ്മ, കുഴപ്പമില്ല എടിന്നോളാം. ഓ സോറി ഷീല, നീ മടുത്തോ? സോറി, നീ ഇവിടെ വന്നിരിക്കുന്ന കാര്യം മറന്നുപോയി. മോഹൻ അയർലൻഡിൽ നിന്ന് വിളിക്കുവാണേ. അവന് ഇന്നലെ ഒരു 300 കോടിയുടെ ഒരു ബിസിനസ് സെറ്റായെന്ന് പറഞ്ഞ് അവനെ വിളിച്ച് ഭയങ്കര സന്തോഷം. മക്കളിങ്ങനെ രക്ഷപ്പെടുമ്പോൾ അമ്മമാർക്ക് ഭയങ്കര സന്തോഷമല്ലേടി. അതിനു വേണ്ടി അമ്മയ്ക്ക് എന്താ വേണ്ടത്? 20 ലക്ഷം രൂപയുടെ ഒരു ഡയമണ്ട് നെക്ലേസ് മേടിച്ച് വെച്ചിട്ടുണ്ട്, അത് അയച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 300 കല്ലിടുന്നതിൽ. അപ്പം ഞാൻ പറഞ്ഞേ വേണ്ട മോനെ, ഇവിടെ ഞാനും അച്ഛനും അല്ലേ ഉള്ളൂ, വല്ലതും വന്ന് മോഷ്ടിച്ചാലോ? സോ വേണ്ട, അമ്മ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി, മോനെ ഇവിടെ നിർത്തി പോരും നെക്സ്റ്റ് മന്തേ. അപ്പം അപ്പം കൊടുക്കുന്നത് ഞാനങ്ങ് പറഞ്ഞു. എൻ്റെ ഒരു യോഗോടി. ആ ഓക്കെ ഷീല, നീ എന്തായിരുന്നു വന്നത്? അത് കൊച്ചമ്മേ, എനിക്കൊരു 2000 രൂപ വേണമായിരുന്നു. അത്ര അത്യാവശ്യം വേണ്ട വന്ന് ചോദിച്ചേ. ഞാൻ അടുത്ത ആഴ്ച തന്നെ തിരിച്ചു തന്നേക്കാം. തരാമോ? ഇവിടെ പോയത് എന്താ കൊച്ചമ്മ തപ്പടെ? എന്ത് ഡയമണ്ട് റിങ്ങോ? ഞാൻ നോക്കാം. അല്ല ഷീല, ഞാനേ ഇങ്ങോട്ട് വരാൻ നേരത്ത് അവിടെ ഒരു റിങ്ങിന്റെ മോതിരം ഇരിക്കുന്നുണ്ട്. സോറി, ഡയമണ്ട് റിങ് മോതിരം അവിടെ ഇരിക്കുന്നുണ്ടെന്ന് അതെടുത്ത് ഞാൻ കയ്യിലങ്ങിട്ടായിരുന്നു. ഫോൺ വിളിക്കുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സിൽ അതെവിടെ ചാടിപ്പോയി. ഓ വേണ്ട വേണ്ട, അത് പോട്ടെ. ഒരു 30 മോതിരം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. എവിടെയെങ്കിലും ഉണ്ടാവും. സെർവൻ്റ് അടിച്ചു വരുമ്പോൾ കിട്ടുമായിരിക്കും. നീ നോക്കണ്ട ഷീല, നോക്കണ്ട. ഓ സോറി ഷീല, ഞാൻ നെക്സ്റ്റ് മന്ത് ഒരു 1 crore കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ അത് മേടിക്കാൻ ഒരു 50 lakhs കുറവുണ്ട്. അതുകൊണ്ട് അത് മേടിക്കാനുള്ളൊരു ഓട്ടത്തിലാണ്. ബാഗിൽ കിടക്കുന്ന പൈസ അനക്കരുതെന്ന് മോൻ പറഞ്ഞിരിക്കുന്നത്. അവൻ വരുമ്പോൾ കുറച്ച് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണേ. അതുകൊണ്ട് തന്നെ ആ പൈസ തൊടണ്ട അമ്മ, അല്ലാതെ നോക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ കുറേ എൻ്റെ ഒരു 301 പവനുണ്ടായിരുന്നു വീട്ടിൽ വീർത്തിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെയാണെങ്കിൽ കൊടുത്ത്. സോ ആ പൈസയും എല്ലാം കിട്ടിയൊരു കാർ മേടിക്കാൻ 50 lakhs കുറവുണ്ട്. അതെങ്ങനെ ഒപ്പിക്കും എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചെടുക്കുമ്പോഴാണ് ഷീല നീ ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. സോറി ഷീല, ഐ എം വെരി സോറി. ശരി പോയിക്കോ. എന്നോടൊന്നും തോന്നരുതേ, കാശിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട്. ശരി. സോറി ടച്ചമെങ്കിൽ ഞാൻ പോവാണേ. അത്ര അത്യാവശ്യം ആയതുകൊണ്ടാണ് എൻ്റെ കൊച്ചമ്മയോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ചോദിക്കില്ലായിരുന്നു. എനിക്ക് ശരി അങ്ങോട്ട് പോട്ടെ. അയ്യോ ഇതെന്താ കൊച്ചമ്മ മുഖമൊക്കെ ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നേ? എന്നാ രസം കാണാൻ. സൂപ്പർ. കൊച്ചമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ? വേറെ ഒന്നും തോന്നരുതേ. കൊച്ചമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? എൻ്റെ ദൈവമേ, പതുക്കെ പറ, അത്രയൊന്നും പറയില്ല. വെറും കൂടി വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 35 വയസ്സ്. അതിൽ കൂടുതൽ വേടത്തിന് കണ്ടാൽ പറയില്ല കേട്ടോ. അത്ര ഭംഗിയില്ലേ, എന്നെ രസം കാണതേ. വടിവത്ത ശരീരവും ഓ ആ മുഖം കണ്ടില്ലേ, പപ്പി ചീസ്, റോസി ലിപ്സ്. ആ ഓ എന്ത് രസം കാണാൻ. ഞാൻ എപ്പോഴും ആ നമ്മുടെ സുമയുടെ ചേച്ചിയില്ലേ, അവളെപ്പോഴും വീട്ടിൽ വരാറുണ്ട്. ഞങ്ങളോട് എപ്പോഴും പറയും നമ്മുടെ കൊച്ചമ്മയുടെ അത്രയും ഈ റെസിഡൻസിയിൽ നന്നായിട്ട് ജീവിക്കുന്ന വേറെ ഒരാളുമില്ല. ഇത്രയും സൽസ്വഭാവി സത്യസന്ധ്യതായിട്ടുള്ള ഒരാൾ ഈ റെസിഡൻസിൽ ഇല്ലാതെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം മേഡത്തിനെ കണ്ട് പഠിക്കാനാണ് ഞാൻ അവരോട് പറയാറ്. അത്രയും നല്ല സ്വഭാവവും ദാനശീലി അങ്ങനെയൊക്കെയാണ് ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട്. മേഡം ഇങ്ങനെ ഈ ശരീരം ഇങ്ങനെ തന്നെ നോക്കണം കേട്ടാ. കണ്ണു കിട്ടാണ്ട് ഈ ഉപ്പ് മുളകെടുത്ത് അടുപ്പിലിട്ടോ. ശരി എങ്കിൽ ഞാൻ പോട്ടെ. എന്താ മേഡം? ഓ അത് സാരമില്ല, കൊച്ചമ്മയുടെ കയ്യിലില്ലല്ലോ, സാരമില്ല. ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചോ. പോട്ടെ. ഓ ശരി. അപ്പം നേരെ മൂക്ക് പിടിച്ചാൽ കാര്യം നടക്കില്ല, വളഞ്ഞു മൂക്ക് പിടിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കില്ല. ആ എന്താ 3000? ഓ ആ ഇടയ്ക്ക് വരാം കേട്ടോ. എനിക്ക് വരാതിരിക്കുമോ? ശരി.